മോൾക്കറിയാവുന്ന പോലെ വിശുദ്ധ മാമോദീസയിൽ കൂടിയാണ് നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗമാകുന്നു. നീ ശിശുവായിരുന്നത് കൊണ്ട് നിനക്കതൊന്നും മനസ്സിലായി കാണുകയില്ല. അപ്പോൾ നിനക്ക് വേണ്ടി ഞാനാണ് സാത്താനെ ഉപേക്ഷിക്കുകയും മശിഹായെ സ്വീകരിക്കുകയും ചെയ്തത്. അതുകൊണ്ട് നിൻ്റെ മേലൊരു ആത്മീയ ഉത്തരവാദിത്വം എനിക്കുള്ളത് കൊണ്ട് ജീവിതത്തിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളെപ്പറ്റി ദൈവാശ്രയത്തിൽ നിന്നെ ഓർമ്മപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, ദൈവം മനുഷ്യനെ ആദ്യം ആദമെ സൃഷ്ടിച്ചു. ആദം ഏകനായിരിക്കുന്ന നല്ലതല്ലെന്ന് കരുതി ഒരു കുടുംബമായി ഉണ്ടാക്കി കൊടുത്തു. ആ കുടുംബത്തിൽ മനുഷ്യൻ സന്തോഷമായും അന്യോന്യം കരുതുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അന്യോന്യം സംസാരിക്കുകയും വേണം. മദർ തെരേസ പറഞ്ഞു, ഇന്ന് ഈ നൂറ്റാണ്ടിലെ പ്രശ്നം ദാരിദ്ര്യമല്ല, പിന്നെയോ അനാഥത്വവും ഏകാന്തതയുമാണ്. അതുകൊണ്ട് മോളെ, നീ എപ്പോൾ സമയം കിട്ടുമ്പോഴെല്ലാം നിൻ്റെ മാതാപിതാക്കളോടും അപ്പച്ചനോടും അമ്മച്ചിയോടും സംസാരിക്കണം. സംസാരത്തിൻ്റെ കുറവ് ഇന്ന് ജീവിതത്തിലുണ്ട്. രണ്ടാമതായിട്ട്, കുടുംബമായി വരുന്ന വെല്ലുവിളികളെ ഒരുമിച്ച് ദൈവാശ്രയത്തിൽ ഫേസ് ചെയ്യണം. കൊച്ചു കുഞ്ഞു ഉപദേശിച്ച് പാടിയതുപോലെ, കഷ്ടതകൾ ദൈവമേ എന്ന അവകാശം തന്നെയല്ലോ, തങ്ക കഷ്ടതകൾ സഹിപ്പാനും പ്രാപ്തിത. അങ്ങനെ കഷ്ടത ഒരുമിച്ച് അന്യോന്യം പഴിചാരാതെ ഒരുമിച്ച് ദൈവാശ്രയത്തിൽ അതിനെ അതിജീവിക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. മൂന്നാമതായിട്ട്, ദൈവം നമുക്കൊക്കെയും താലന്തുകൾ തന്നിട്ടുണ്ട്. ആ തന്ന താലന്തൊക്കെ എങ്ങനെ നമ്മൾ വിനിയോഗിച്ചുവെന്ന് ഒരു സമയത്ത് ദൈവം നമ്മളോട് ചോദിക്കുമെന്നുള്ള ഓർമ്മ നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ആ താലന്തുകൾ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനം വരുന്ന രീതിയിൽ ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം. നാലാമത്, പ്രമാണങ്ങളിൽ നല്ല നിലപാടുള്ളവരായി നാം ജീവിക്കണം. അതായത് നമ്മുടെ രാഷ്ട്രപതി പറഞ്ഞിട്ടുണ്ട്, സത്യമേവ ജയതയെന്ന്. സത്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ജീവിതം നമ്മളിൽ ഉണ്ടായിരിക്കണം. യോഹന്നാൻ്റെ 3-ാം ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നു, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നതെന്ന് അറിയുന്നതിനേക്കാൾ വലിയ സന്തോഷമില്ല. അതുകൊണ്ട് സത്യത്തിൽ നമ്മൾ ജീവിക്കണം. അഞ്ചാമതായിട്ട്, നമ്മുടെ ഭവനങ്ങളെപ്പറ്റി നല്ല ഒരു ഓർമ്മ നമുക്കുണ്ടായിരിക്കണം. മുടിയൻ പുത്രൻ സുബോധം വന്നപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകാനാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് സന്തോഷമുള്ള ഒരു ഓർമ്മയുടെ ഇടമായി കുടുംബങ്ങളെ നമ്മൾ ആക്കണം. പിന്നെ നമുക്ക് കിട്ടുന്ന പൈസ, മണി മാനേജ്മെൻറ്റ്, അതായത് കിട്ടുന്നത് മുഴുവൻ ചിലവാക്കാതെ കുറച്ച് ആവശ്യത്തിന് ചിലവാക്കി കുറച്ച് സേവ് ചെയ്യുവാനും കുറച്ച് മറ്റുള്ളവരെ സഹായിക്കാനും ഷെയർ ചെയ്യുവാനും നമുക്ക് കിടക്കണം. ഇന്ന് കനത്ത ശമ്പളം മേടിക്കുന്ന മനുഷ്യർ പലരും കടബാധ്യതയിലാണെന്ന് അറിയുന്നു. നമ്മുടെ വീടിൻ്റെ വാതിക്കൽ ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ എഴുതി വച്ചിട്ടുണ്ട്. അതനുസരിച്ച് നാം ദൈവത്തെ പാടി സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ദിവസം 2 നേരമെങ്കിലും ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യണം. എങ്കിലേ നമ്മുടെ ഭവനങ്ങളൊക്കെയും നല്ല രീതിയിൽ കടന്നു പോകും. നമുക്ക് നല്ല കാര്യവിചാരകത്വം ഉണ്ടായിരിക്കണം. നീ കുഞ്ഞാണെങ്കിലും വീട്ടിലുള്ളവർ എന്താണ് ചെയ്യുന്നത്, ഒരത്യാവശ്യം വരുമ്പോൾ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നൊക്കെയുള്ള വിചാരം നിനക്ക് ഉണ്ടായിരിക്കണം. വിശ്വാസം അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ വിശ്വാസം ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൽ ദൈവം മോശയോട് പറയുന്നുണ്ട്, സങ്കീർത്തനങ്ങളിലും പറയുന്നുണ്ട്. നമുക്ക് കഴിച്ച വിശ്വാസവും പ്രത്യാശയും നമ്മൾ അടുത്ത തലമുറയോട് പറഞ്ഞു കൊടുക്കണം. ഒന്നാമത്, നിത്യജീവനിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകണം. നിത്യതയിൽ നാം ഒരുമിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ നമ്മളിലൊക്കെ ഉണ്ടാകണം. അന്ന് നമ്മൾ ദൈവത്തെ മുഖാമുഖമായി കാണുമെന്നുള്ളൊരു പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. കണ്ടീടും ആവേനെ ഞാൻ കണ്ടീടും, അന്യനല്ല സ്വന്തം കണ്ണാൽ തൻ്റെ മുഖം കണ്ടീടും. ഇങ്ങനെ പ്രത്യാശയോടും സ്നേഹത്തോടും കൂടെ സന്തോഷിച്ച് നിൻ്റെ ജീവിതം സന്തോഷകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഈ ചെറിയ കാര്യങ്ങളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.